വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീമിസ് ആണ്. അപ്പൊ എല്ലാവരും ഓണപരീക്ഷയുടെ ടെൻഷനിലൊക്കെ ആയിരിക്കും അല്ലെ. പേടിക്കേണ്ട, ടെൻഷനൊക്കെ മാറ്റാനാണല്ലോ ഞങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പൊ ബയോളജിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, നമ്മൾ സെറ്റ് ആക്കി തന്നിരിക്കും. സോ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംഭവരും എന്ന പാഠത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദ്യങ്ങളിലൂടെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് അങ്ങ് പഠിച്ചാലോ. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ് എന്ന് പറയുന്നത്. ഫ്രീഡം ടു എക്സൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% ഓഫറാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠനം ഈസിയാക്കാനായിട്ട് ഓൺലൈൻ കോഴ്സുകൾക്കൊപ്പം ടാബ്ലറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറൊരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ടാബാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ 4 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകേണ്ട, കൂപ്പൺ കോഡ് ഓർത്ത് വെച്ചോളൂ. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വേണം ആപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 10% ഓഫറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ചാൻസ് മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ആദ്യം തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാ, നമുക്ക് കുറച്ചധികം ഡൈജഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഡൈജഷൻ, എന്താണ് ദഹനം, എന്താണ് ദഹന പ്രക്രിയ എന്നുള്ളത്. ഈ ഒരു ചോദ്യം നോക്കിക്കേ. വേർ ഡസ് ഡൈജഷൻ ബിഗിൻ ഇൻ ഹൈഡ്ര? ഹൈഡ്രയിൽ ദഹനം ആരംഭിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഇൻ ദ ടെന്റക്കിൾസ്, ഇൻ ദ മൗത്ത്, ഇൻ ദ ബോഡി ക്യാവിറ്റി, ഇൻസൈഡ് ദ ഫുഡ് വാക്യൂൾ. ഓക്കെ, ഇതിന്റെ ചോദ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതെന്താണെന്നുള്ളത് മിസ് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടേ പോവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കോ, നമുക്കറിയാം ഒരു ഡൈജഷൻ പ്രോസസ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രോസസ്സ് എടുക്കുമ്പോൾ ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ് നമ്മളും അമീബയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ന്യൂട്രീഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻജഷൻ, ആഹാരം കഴിക്കുന്നു അല്ലെങ്കിൽ ആഹാര സ്വീകരണം. രണ്ടാമത്തേത് ഡൈജഷൻ, ദഹനമാണ്. മൂന്നാമത്തേത് അബ്സോർപ്ഷൻ, ആഗിരണമാണ്. നാലാമത്തേത് അസിബിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയും, മെറ്റബോളിസം ആണ് അവിടെ നടക്കുന്നത്. ലാസ്റ്റ് ഇത് ഇജഷൻ ആണ്, ദഹനാവശിഷ്ടങ്ങളെ നമ്മൾ പുറത്തു കളയുന്നു, വിസർജനമാണ്. ഈ ദഹന പ്രക്രിയയിൽ ആദ്യം തന്നെ നമ്മൾ അമീബയുടെ ദഹനം പഠിക്കുന്നുണ്ട്. ഇതിൽ നിന്നും 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദ്യം വരാം, കമ്പാരിസൺ ഒക്കെ ആയിട്ട്. അപ്പൊ നോക്കിക്കേ, അമീബയുടെ അടുത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ എന്താണ് ഫുഡ് വരുന്നത്, ആ ഫുഡിനെ സ്യൂഡോപോഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ അബ്സോർബ് ചെയ്യുന്നു. എന്ത് വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നത്? ഈ പറയുന്ന കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ കപടപാദങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇവർ വിഴുങ്ങിയെടുക്കുന്നു. വിഴുങ്ങിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഫുഡ് വാക്യൂൾ അല്ലെങ്കിൽ ഈ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ വെച്ച് അതിനെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദഹിപ്പിച്ചതിന് ശേഷമോ എൻസൈം ഡൈജസ്റ്റ് ദ ഫുഡ്, ഇതിനുള്ളിലുള്ള എൻസൈമുകളാണ് ആഹാരത്തെ ദഹിപ്പിക്കുന്നതും അതിൽ നിന്നുള്ള വേണ്ട ന്യൂട്രിയൻസിനെ ഇവരെടുക്കുന്നതും. ഈ ഡൈജഷനെ നമ്മൾ പറയുന്നത് എന്താ നോക്കി വെച്ചോ, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ? കോശ ആന്തരിക ദഹനം, അതായത് കോശത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ദഹനമായതുകൊണ്ടാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശ ആന്തരിക ദഹനം എന്ന് പറയുന്നത്. ഇനി റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ സെൽ സർഫസ്. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനുള്ള അബ്സോർബ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി വേസ്റ്റിനെ പുറന്തള്ളണം. അതെന്ത് ചെയ്യുന്നു, ഈ അവശിഷ്ടങ്ങളെ കോശോപരിതലത്തിലൂടെ, സെൽ മെംബ്രെയിനിലൂടെ തന്നെ ഇവർ എന്ത് ചെയ്യാണ്, പുറത്തോട്ട് കളയാണ്. അപ്പൊ ഇൻജഷൻ നടന്നു, ഡൈജഷൻ നടന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ നടന്നു, അസിമിലേഷൻ നടന്നു, ലാസ്റ്റ് സെൽ സർഫസിലൂടെ ഇവർ എക്സ്പെൽ ചെയ്തു കളഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് നമ്മുടെ ഹൈഡ്ര എന്ന് പറയുന്നത്. ഹൈഡ്രയിൽ നിന്നാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. നോക്കിക്കോ, ഹൈഡ്ര പാരലൈസസ് ദ പ്രേ വിത്ത് ഹെൽപ്പ് ഓഫ് ടെന്റക്കിൾസ്. ഇവർ ആദ്യം എന്താ ചെയ്യുന്നത്, ടെന്റക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ഇവരുടെ ഇരേനെ എന്ത് ചെയ്യാണ്, അവരങ്ങ് മരവിപ്പിച്ച് നിർത്താണ്. എന്നിട്ടോ വായുവിന്റെ ഉള്ളിലേക്ക് അവരെത്തിക്കുകയാണ് അല്ലെ. സോ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ബോഡി ക്യാവിറ്റി. വായിലെത്തി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, ബോഡി ക്യാവിറ്റിയിലേക്ക് പോകുന്നു. ഡൈജഷൻ ബിഗിൻ ഇൻ ദ ബോഡി ക്യാവിറ്റി ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഓഫ് ഇന്നർ വാൾ ഓഫ് ബോഡി ക്യാവിറ്റി. ഈ ശരീര അറയിൽ ഉള്ളിടത്ത് എല്ലാ എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് എന്താ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശബാഹ്യ ദഹനമാണ്. ഇവിടെ ടെന്റിക്കിളൊക്കെ വെച്ച് ഉള്ളിൽ എത്തിച്ചുള്ള ഭക്ഷണത്തെ ബോഡി ക്യാവിറ്റിയിൽ വെച്ചാണ് ദഹിപ്പിക്കുന്നത്. അപ്പൊ കോശത്തിന് പുറത്തായതുകൊണ്ട് അതെന്താ, എക്സ്ട്രാ സെല്ലുലാർ ആണ്, ബാഹ്യ ദഹനമാണ്, കോശ ബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടോ എൻസൈംസ് ഇൻ ദ ഫുഡ് വാക്യൂൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് പാർഷ്യലി ഡൈജസ്റ്റഡ് കമ്പോണന്റ് ദാറ്റ് ദ സെൽ. ആദ്യം ഒരു പാർഷ്യൽ ഡൈജഷൻ ആണ് നടക്കുന്നത്. ഇതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടത്തണ്ടേ. അപ്പൊ കംപ്ലീറ്റ് ഡൈജഷൻ നടത്തുന്നത് എവിടെയാ, പിന്നെ കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എൻസൈമുകൾ പൂർണ്ണമായി ദഹിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്, കോശ ആന്തര ദഹനമാണ്. ഇവിടെ രണ്ടും നടക്കുന്നുണ്ട്. സോ
പിന്നെ എന്ത് സംഭവിക്കുന്നു? റെമനൻസ് ആർ എക്സ്പെൽഡ്, അവശിഷ്ടങ്ങളെ വായുവിലൂടെ പുറത്തുവിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അമീബയിലുള്ള ദഹനവും ഹൈഡ്രയിൽ നടക്കുന്ന ദഹനവും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഈ ചോദ്യം നോക്കിക്കേ. Digestion process is same in both Hydra and Amoeba. This is the answer given by a student to the teacher's question. Evaluate students' response. ഹൈഡ്രയിലും അമീബയിലും ദഹന പ്രക്രിയ ഒരേപോലെയാണ്. അധ്യാപികയുടെ ചോദ്യത്തിന് കുട്ടി നൽകിയ മറുപടിയാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 2 മാർക്കിന്റെ ചോദ്യം. 2 മാർക്കിന്റെ ചോദ്യം. നിങ്ങൾ എന്ത് എഴുതണം? യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം തന്നെ എഴുതണം. യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം എഴുതണം. അപ്പൊ എന്ത് എഴുതണം? ആദ്യം സ്റ്റുഡൻസ് ആൻസർ ഈസ് ഇൻകറക്റ്റ്, വിദ്യാർത്ഥിയുടെ ഉത്തരം തെറ്റാണ്. എന്തുകൊണ്ടാണ് എന്ന് പിന്നീട് എഴുതാം. എന്താ? ഡൈജഷൻ ഇൻ ഹൈഡ്ര ആൻഡ് അമീബ ഇസ് നോട്ട് സെയിം. അമീബ ഡൈജസ്റ്റ് ഫുഡ് ഇൻട്രാ സെല്ലുലാർ, അല്ലെ? നമ്മുടെ അമീബയിൽ കോശ ആന്തര ദഹനമാണ് നടക്കുന്നത്. വൈൽ ഹൈഡ്ര ഡൈജസ്റ്റ് ഫുഡ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. എന്നാൽ ഹൈഡ്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ? കോശ ബാഹ്യ ദഹനവുമുണ്ട്, കോശ ആന്തര ദഹനവുമുണ്ട്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഈ വ്യത്യാസം മനസ്സിലാക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത്? ദഹനം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? 2 ടൈപ്പ് ഡൈജഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് മെറ്റീരിയൽ ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? ആഗിരണത്തിന് സഹായിക്കുന്ന വിധം അല്ലെങ്കിൽ ആഗിരണത്തിനായിട്ട് ചെറിയ ചെറിയ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നതിനെയാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. അത് 2 രീതിയിലാണുള്ളത്, മെക്കാനിക്കൽ ഡൈജഷൻ, കെമിക്കൽ ഡൈജഷൻ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചെറിയ ചെറിയ കണികകളാക്കുക, നമ്മൾ പല്ലുകൊണ്ട് ചവയ്ക്കുന്നത്, പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ, ഇതൊക്കെ യാന്ത്രിക ദഹനത്തിൽ വരും. രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എൻസൈമുകളുടെ പ്രവർത്തനമാണ്. സോ ഇവിടെ എന്താ? എൻസൈമും ഡൈജസ്റ്റീവ് ജ്യൂസസും ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് കൺട്രാക്ഷൻ ഓഫ് മസിലാണ്, പേശി പ്രവർത്തനം വഴിയാണ് നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷൻ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു. അപ്പം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻ വഴി പഠിക്കാൻ നേരെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. അടിച്ചു പൊളിച്ച് ഓണ പരീക്ഷ സൂപ്പറാക്കാം. ബൈ.